ഹലോ വെൽക്കം ടു കൊമേഴ്സ് വേൾഡ് ദ വേ ടു സക്സസ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ ഫൈനൽ മെത്തേഡായിട്ടുള്ള ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അതിൻ്റെ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ സ്റ്റെപ്സ്, ഇക്വേഷൻസ്, പ്രിക്വേഷൻസ്, ഇത്രയുമാണ് പഠിക്കുന്നത്. ഇനി ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള 3 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഉപയോഗപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. സോ നമുക്കിനി കണ്ടന്റിലേക്ക് കിടക്കാം. എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു വർഷത്തിൽ, അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൽ തന്നെ നമുക്കെടുക്കാം. ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരു ഇക്കോണമിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്യുന്നോ അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെൻഡിച്ചർ എടുക്കുന്നോ ആ എക്സ്പെൻഡിച്ചറിനെയാണ് ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റായി കണക്കാക്കുന്നത്. According to expenditure method, domestic product is estimated as the sum total of the expenditure on the purchase of final goods and services produced within the domestic territory of a country during the year of estimation. ഇനി ഈ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആണ് വരുന്നത്. ഒന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചറും മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും. ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊരു ഗുഡ്സ് ആൻഡ് സർവീസസും വാങ്ങുന്നോ അതിനുവേണ്ടി ചിലവാക്കുന്ന പണത്തിനെയാണ്, അല്ലെങ്കിൽ ആ മണി വാല്യൂവിനെയാണ് നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങുന്നതിന് വേണ്ടി, ഇതിനെല്ലാം വേണ്ടി ചിലവാക്കുന്ന പണത്തിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മണി വാല്യൂവിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനെയും നമുക്ക് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് വൺ ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, തേർഡ് വൺ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഫോർത്ത് വൺ നെറ്റ് എക്സ്പോർട്ട്. ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് ഓരോന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ആ പേരിൽ തന്നെ നമുക്കറിയാൻ പറ്റും പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. അതായത് ഹൗസ് ഹോൾഡ്സോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിന് സെർവ് ചെയ്യുന്ന പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ ചിലവാക്കുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെയാണ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിനെ ഷോർട്ടാക്കി നമുക്ക് PFCE എന്നും കൂടി എഴുതാവുന്നതാണ്. സെക്കൻഡ് വൺ ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനസേവനം തന്നെയാണല്ലോ. അപ്പോൾ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യുമ്പോഴും ഗവൺമെൻറ്റിന് എക്സ്പെൻഡിച്ചർ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദ തേർഡ് വൺ ദാറ്റ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ. ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, അതായത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഗുഡ്സിനെ നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനെ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പർച്ചേസ്ഡ് ആൻഡ് ഓൺ അക്കൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറബിൾ ഗുഡ്സ്. അതായത് ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തതോ അല്ലെങ്കിൽ പുറത്തു നിന്ന് പർച്ചേസ് ചെയ്തതോ ആയിട്ടുള്ള ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ്, അതായത് ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഫിക്സ്ഡ് അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചിലവ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. ഇത്തരത്തിലുള്ള ഡ്യൂറബിൾ ഗുഡ്സിനെ ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നും വിളിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് നെറ്റ് അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാകുന്ന റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതിൻ്റെ നെറ്റ് അഡീഷൻ
നെറ്റ് അഡീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ സ്റ്റോക്കാണ്, അതായത് ഇൻവെൻ്ററിയിൽ വരുന്ന മാറ്റങ്ങൾ. ഇതിനെ നെറ്റ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്നും പറയാറുണ്ട്. സോ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷനും അതുപോലെ തന്നെ നെറ്റ് ചേഞ്ച് ഇൻ സ്റ്റോക്കും കൂടി ചേർന്നതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ നെക്സ്റ്റ് ഒരു കാറ്റഗറൈസേഷനാണ് നെറ്റ് എക്സ്പോർട്ട്. എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും ഡിഫറൻസ് ആണ് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു എമൗണ്ടിൽ നമ്മൾ എക്സ്പോർട്ടിൻ്റെ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുകയും ഇമ്പോർട്ടിൻ്റെ വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇമ്പോർട്ട് ഇവിടെ മൈനസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എക്സ്പോർട്ടിൻ്റെ വാല്യൂ എടുക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ മേൽ നോൺ റെസിഡൻസ് ചിലവാക്കുന്ന എമൗണ്ടാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഫൈനൽ എക്സ്പെൻഡിച്ചറാണ്. എന്നാൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കൺട്രിയുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരിക്കും എപ്പോഴും ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിലും ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിലും ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനിലും ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നെറ്റ് എക്സ്പോർട്ടിൽ എക്സ്പോർട്ടിൻ്റെ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുകയും ഇമ്പോർട്ടിൻ്റെ വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലാണ് ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തേത് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, മൂന്നാമത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നെറ്റ് എക്സ്പോർട്ട്. The first step, classify the production unit into different sectors. അതായത് പ്രൊഡക്ഷൻ യൂണിറ്റുകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അതായത് പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, സെക്കൻഡറി കൺസ്ട്രക്ഷൻ, ടെർഷറി ട്രേഡ്, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്, estimate final expenditures on goods and services produced by these industrial sectors and take the sum of these final expenditures to obtain the measure of GDP MP. അതായത് GDP MP കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനും നെറ്റ് എക്സ്പോർട്ടും എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് GDP MP ആയിരിക്കും. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. And the third step, deduct consumption of fixed capital and net indirect tax from GDP MP to get NDP FC. അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റലും അതായത് ഡിപ്രീസിയേഷൻ്റെ വാല്യൂവും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ലഭിക്കും. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ടു ഗെറ്റ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, ദാറ്റ് ഈസ് നാഷണൽ ഇൻകം. അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിനോട് കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാഷണൽ ഇൻകം ലഭിക്കും. സോ ദീസ് ആർ ദ 4 steps to measure national income through expenditure method. Gross domestic product at market price equal to private final consumption expenditure plus government final consumption expenditure plus gross domestic capital formation plus net export. Gross domestic capital formation equal to gross domestic fixed capital formation plus net change in stock. Net domestic product at market price equal to gross domestic product at market price minus consumption of fixed capital. Net domestic product at factor cost equal to net domestic product at market price minus net indirect tax. Net national product at factor cost equal to net domestic product at factor cost plus net factor income from abroad.
നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു നാഷണൽ ഇൻകം. ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ദ പ്രിക്വേഷൻസ്. The first one, only final expenditure is to be taken into account to avoid error of double counting. Expenditure on intermediate goods is not to be considered. അതായത് ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ എമൗണ്ട് വരാൻ പാടുള്ളതല്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡബിൾ കൗണ്ടിങ്ങിന് കാരണമാകുകയുള്ളൂ. ഇത് നാഷണൽ ഇൻകത്തിനെ മിസ്ലീഡ് ചെയ്യുവാൻ കാരണമായി മാറും. നെക്സ്റ്റ് വൺ, എക്സ്പെൻഡിച്ചർ ഓൺ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഈസ് നോട്ട് ടു ബി ഇൻക്ലൂഡഡ്. 3 മെത്തേഡിലും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യുവാനായി പാടില്ല. എക്സ്പെൻഡിച്ചർ ഓൺ ഷെയർസ് ആൻഡ് ബോണ്ട്സ് ഈസ് നോട്ട് ടു ബി ഇൻക്ലൂഡഡ്. അതായത് ഫിനാൻഷ്യൽ അസറ്റുകളുടെ ട്രാൻസാക്ഷനിലൂടെ ലഭിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ഇതൊന്നും നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുവാനായി പാടുള്ളതല്ല. എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഈസ് നോട്ട് ടു ബി ഇൻക്ലൂഡഡ്. എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഈസ് നോട്ട് ടു ബി ഇൻക്ലൂഡഡ്. ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചേഴ്സ് ഒരിക്കലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുവാനായി പാടുള്ളതല്ല. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. പേയ്മെൻറ്റ് ഓഫ് ഗിഫ്റ്റ്, ഡൊണേഷൻ, ചാരിറ്റീസ്, സ്കോളർഷിപ്പ്, ടാക്സസ്, ഓൾഡ് ഏജ് പെൻഷൻസ് ഇതെല്ലാം ട്രാൻസ്ഫർ പേയ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഒന്നും ഒരിക്കലും നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നിന്ന് എടുക്കുവാനായി പാടുള്ളതല്ല. എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ സെൽഫ് യൂസ് ഓഫ് ഓൺ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ അത് നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പഠിച്ചു, അതിൻ്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, എങ്ങനെയാണ് ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്നുള്ളത് പഠിച്ചു. ഫൈനൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ അഥവാ പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഇക്വേഷൻസ് എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. Thanks for watching Commerce World, the way to success. This is Midhu signing off.